ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സമസ്ത മുഖപത്രം. വെള്ളാപ്പള്ളി നടേശനെയും യോഗി ആദിത്യനാഥിനെയും പോലെയുള്ള കടുത്ത വർഗീയവാദികളുടെ തോളിൽ കൈയിട്ടായിരുന്നു അയ്യപ്പ സംഗമം. സർക്കാർ വിലാസം ഭക്തസംഘം എന്ന തലക്കെട്ടിൽ എഴുതിയ എഡിറ്റോറിയലിലാണ് സുപ്രഭാതത്തിന്റെ സർക്കാർ വിമർശനം. തങ്ങളുടെ രാഷ്ട്രീയ ഉള്ളടക്കം മതനിരപേക്ഷമാണെന്ന് തോന്നിപ്പിക്കുന്നതിൽ എത്രകാലവും വിജയിച്ചിരുന്ന CPM-ന്റെയും സർക്കാരിന്റെയും യഥാർത്ഥ മുഖം വെളിവാക്കിയിരിക്കുകയാണ് വർഗീയവാദികളെ വെള്ളപൂശുന്ന ആഗോള അയ്യപ്പ സംഗമം എന്നാണ് സുപ്രഭാതത്തിന്റെ ആരോപണം. കേരളത്തിന്റെ മതേതര മനസ്സിന് നിരന്തരം മുറിവേൽപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി സ്വന്തം കാറിൽ തൊട്ടടുത്തിരുത്തിയാണ് സംഗമത്തിനെത്തിച്ചത്. നിരന്തരം വർഗീയ വിദ്വേഷം വിളമ്പുന്ന യോഗി ആദിത്യനാഥിനെയും സംഗമത്തിലേക്ക് ക്ഷണിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പം എത്തിയതിനെക്കുറിച്ച ചോദ്യത്തിന് വെള്ളാപ്പള്ളി നടേശൻ നൽകിയ മറുപടി താനെന്താ തീണ്ടൽ ജാതിയിൽപ്പെട്ടവനാണോ എന്നായിരുന്നു. ഇതെല്ലാം MV ഗോവിന്ദനെങ്കിലും നാട്ടുകാർക്ക് മുമ്പിൽ വിശദീകരിക്കണമെന്നാവശ്യപ്പെടുന്ന സുപ്രഭാതം അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടിന്റെയും കർണാടകയുടെയും നിലപാടുകളുടെ വെളിച്ചത്തിൽ കേരള സർക്കാരിന്റെ മതനിരപേക്ഷത ചോദ്യം ചെയ്യുന്നുമുണ്ട്. ബുക്കർ പ്രൈസ് ജേതാവ് ബാനു മുഷ്താഖ് എന്ന മുസ്ലിം വനിത കർണാടകയിലെ ദസറ ആഘോഷങ്ങൾക്ക് തിരിതെളിച്ചതിനെതിരെ സംഘപരിവാർ സുപ്രീം കോടതി വരെ പോയെങ്കിലും നെഞ്ചുറപ്പുള്ള നിലപാടായിരുന്നു സിദ്ധരാമയ്യയുടേത്. നബിദിന സംഗമത്തിൽ പങ്കെടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ സംഘപരിവാർ വിമർശനങ്ങൾ ശക്തമാക്കിയപ്പോൾ നൽകിയ മറുപടി ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ കോട്ട കണക്കെ ദ്രാവിഡ മുന്നേറ്റ കഴകം കൂടെ ഉണ്ടാകുമെന്നാണ്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ വർഗീയവാദികൾ പങ്കെടുത്ത ആഗോള അയ്യപ്പ സംഗമം സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് വെളിവാക്കുന്നതാണെന്നും സുപ്രഭാതം ആരോപിക്കുന്നു. മീഡിയ 1 കോഴിക്കോട്.